പിന്നെ കുഞ്ഞെ ഇയാൾക്ക് ഒരു പിന്നെ മാസക്കുറി തുടങ്ങിക്കൂടെയോ, ഒരു മാസക്കുറി തുടങ്ങിക്കൂടെ എന്ന് PP ലാസർ സാറ് അന്നത്തെ ധനകാര്യ മന്ത്രിയോട് ചോദിക്കുന്നുണ്ട്. ആ സൂചനയാണ്, ആ ഉത്ബോധനമാണ് പിൽക്കാലത്ത് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയായി മാറിയത്. സമരം ചെയ്യുന്നപ്പം ഉച്ചയോടെ ഞങ്ങളെല്ലാവരെയും അറസ്റ്റ് ചെയ്ത്, അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ പേടിയായി പോയി. അറസ്റ്റ് ചെയ്ത് പൂജപ്പുര സെൻട്രലിൽ നിന്ന് അറിഞ്ഞു. അതിന് പിന്നെ 2 ആഴ്ച അവിടെ കിടക്കേണ്ടി വന്നു. ഞാനിപ്പോൾ ശാസ്താംകോട്ടയിലുള്ളത്. ശാസ്താംകോട്ട മനക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ഭരണിക്കാവിന് അടുത്താണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്താത്തവർ. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ പുതിയ സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകാൻ. അതായത് നമ്മളുടെ നേരത്തെ ഉള്ള ഒരു പങ്ക്തി കൊണ്ട് എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ. അതുപോലെ ഇന്ന് ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു പങ്ക്തി കൂടെ കിട്ടിയിരിക്കുകയാണ്. കാരണം ഇവിടെ വന്നത് ഞങ്ങളെ ഈ പുതിയ ഓർമ്മപ്പെടുത്തലുകളുമായിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്ന് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ പുതിയ പങ്ക്തി തന്നെ ഉണ്ടായി. അതായത് ആ പങ്ക്തി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇല്ലാത്തവർ, ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയവർ. ഈ പ്രോഗ്രാമിലേക്ക് പ്രിയ കാഴ്ചക്കാർക്ക് സ്വാഗതം. ചരിത്രത്തിൽ ഇല്ലാത്തവർ അങ്ങനെയല്ലേ സാറേ? അതെ അതെ, ചരിത്രത്തിൽ രേഖപ്പെടുത്താത്തവർ. ചരിത്രത്തിൽ ശരിക്കും ചരിത്രത്തിലുണ്ട്, റിയലി ചരിത്രത്തിൽ ഉണ്ട്. പക്ഷെ അവരെ ആരും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് പഴയ ഒരു PP ലാസർ, അദ്ദേഹത്തെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരു ശിഷ്യനെന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനാണ് ഈ നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് PP ലാസർ സാറിന്റെ വീട്ടിൽ ആണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രിയ ശിഷ്യനാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. ഇദ്ദേഹത്തിന് തന്നെ 74 വയസ്സായി. 74 കഴിഞ്ഞല്ലേ? 74. നമസ്കാരം, ഞാൻ ശാസ്താംകോട്ട സാശൻ. ഇദ്ദേഹത്തെ കുറിച്ച് ചെറിയ ഒരു ഇത് ഞാൻ പറയുകയാണെങ്കിൽ, ഇദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഇപ്പം ലാസർ സാറിന്റെ ശിഷ്യൻ ആകുമ്പോഴത്തേക്ക് അദ്ദേഹം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ വേണ്ട എല്ലാ യോഗ്യതയുള്ള ഒരാളായി. പക്ഷെ അന്നത്തെ കാലഘട്ടം അതായി. 1962 കാലഘട്ടത്തിലെ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു കാലഘട്ടം. അന്ന് ഇദ്ദേഹം അടൂരിൽ നിന്ന് മത്സരിക്കുകയാണ്, ദ്വയാംഗ മണ്ഡലത്തിലെ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പന്തളം PR എന്ന് പറഞ്ഞ ആൾക്കെതിരായിട്ടാണ് PP ലാസർ മത്സരിക്കുന്നത്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്. അതേ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടംനാട് പിള്ളയുടെ പാർട്ടിയിലെ PSPയുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ത്രികോണ മത്സരത്തിന്റെ ഒരു സാധ്യത വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ അടൂരെ നേരിട്ട് വന്ന് PP ലാസറിനെ കാണാൻ ശ്രമിച്ചു. തമ്മിൽ കണ്ടു. അപ്പോൾ അന്ന് മുഖ്യമന്ത്രി PP ലാസർ സാറിനോട് ഒരു ചോദ്യം ചോദിച്ചു. വാട്ട് ഈസ് യുവർ എയിം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. എന്തിനാണ് താങ്കൾ മത്സരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, മൈ എയിം ഈസ് ടു ഡിഫീറ്റ് യു. ഞാൻ മത്സരിക്കുന്നത് നിങ്ങളെ പരാജയപ്പെടുത്താനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനെ പരാജയപ്പെടുത്താനാണ്. മാറ്റാനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വന്ന സന്നാഹത്തോടു കൂടി വന്ന ഈ മുഖ്യമന്ത്രി തിരിച്ചൊന്ന് പോവുകയാണ് ചെയ്തത്. ഒരക്ഷരം പിന്നെ ഉരിയാടിയില്ല. അതാണ് PP ലാസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചരിത്രത്തിൽ മറ്റൊരു സ്ഥാനമുള്ളത്, പന്തളം PR മത്സരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് പന്തളം PR മത്സരിക്കുന്നത്. ഇദ്ദേഹത്തെ പിന്മാറ്റുന്നതിനും പരാജയപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് രാഷ്ട്രീയ തന്ത്രങ്ങൾ അവർ ആവിഷ്കരിച്ചു. അതിൽ ഒന്ന്, സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു സ്ത്രീ വിഷയം കൊണ്ടുവന്ന് അപമാനിച്ചു വിടുക എന്നുള്ളതായിരുന്നു അന്ന് പാർട്ടിയുടെ ലക്ഷ്യം. അപ്പൊ അന്ന് എന്താ ചെയ്തത്? ഇദ്ദേഹത്തിന് എതിരെ ഒരു സ്ത്രീയെ ഇറക്കി പ്രശ്നങ്ങളുണ്ടാക്കി. എന്നിട്ട് അവർ തന്നെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു, അവരെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ കേസ് കോടതി മുമ്പാകെ വന്നു. PP ലാസർ തനിയാണ് വാദിച്ചത്. വാദിക്കാനുള്ള എല്ലാ കഴിവുള്ള ആളാണ്. LLB പാസ്സായിട്ടില്ലെങ്കിൽ അന്നത്തെ കാലത്തെ. ആ നിലയിൽ സംസാരിച്ചപ്പോഴേ കേസ് വിസ്താരം വന്നപ്പോൾ മജിസ്ട്രേറ്റിന്റെ മുമ്പായി കുറ്റപത്രം വായിച്ചു. എന്താണ് കുറ്റപത്രം? PP ലാസർ പെണ്ണ് പിടിച്ചു എന്നാണ് അല്ലാതെ എഴുതി വെച്ചിരുന്നത്. അപ്പൊ അത് വാദിച്ചു. ലാസർ സാർ വാദിച്ചു, ഞാൻ ആരെയും പിടിച്ചിട്ടില്ല, മറിച്ച് പെണ്ണ് എന്നെയാണ് പിടിച്ചിരിക്കുന്നത്, ഈ കേസ് അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞു. കേസ് തള്ളിപ്പോവുകയും ചെയ്തു. പെണ്ണ് പിടിച്ചു എന്നാണ് കേസ്. അങ്ങനെ ആ കേസ് തള്ളിപ്പോകാനുണ്ടായത്. അപ്പൊ അവിടെ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം CMS കോട്ടയം CMS കോളേജ്, സെമിനാരി കോളേജിലെ ഏറ്റവും വലിയ ബ്രില്യന്റ് സ്റ്റുഡന്റ് ആയിരുന്നു അദ്ദേഹം. അന്ന് മതങ്ങൾക്കും മറ്റും ഒരു പുരോഗമനവാദി കൂടിയാണ്. മതത്തിന് എതിരല്ല, അനുകൂലമായിട്ട് അതിനകത്ത് പുരോഗമനം കൊണ്ടുവരണമെന്ന് ആശിച്ചാവാം. അന്ന് എഴുതിയ ഒരു കവിത ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കോളേജിൽ തൂക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സമൂഹത്തിൽ ആകമാനം ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം.
നല്ലൊരു മൺമാണി, അത് നല്ലൊരു അന്നത്തെ കാലത്ത് ഇവിടെ ഈ മാടമ്പിമാർക്കെതിരായി നിൽക്കണമെന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കായികാഭ്യാസം അനിവാര്യമായിരുന്നു. ഇദ്ദേഹം ഈ സമുദായത്തിൽ പിന്നാക്കാവസ്ഥയിൽ നിന്ന ഒരു സമുദായത്തിൽ നിന്നും ക്രിസ്ത്യൻ മതം സ്വീകരിച്ച ആളായതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ആയപ്പോഴേ BP രാസറിനെ കണ്ടാൽ നല്ല 6-6 അടി ഉയരവും അതിനൊത്ത വണ്ണമുണ്ട്. അങ്ങനെ അദ്ദേഹം കായികാഭ്യാസം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണ് സമൂഹത്തിൽ ഒരു ഉറപ്പ് ഉണ്ടാക്കിയെടുത്തത്. അവർക്കെല്ലാം അവിടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കെല്ലാം ഒരു രക്ഷകനായി മാറി. അപ്പൊ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ശാസ്താംകോട്ട, അതായത് ഇന്ന് കുന്നത്തൂർ താലൂക്കിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഭരണിക്കാവും ശാസ്താംകോട്ട. ആ ശാസ്താംകോട്ടയ്ക്ക് അകത്തുള്ള പഞ്ചായത്തിനകത്ത് 2 വാർഡ് ചേർന്ന ഒരു വിശാലമായ വാർഡാണ് മനക്കര വാർഡ്. മനക്കര വാർഡിന്റെ കിഴക്കേയറ്റം ഇപ്പം ഈ BP രാസർ സാർ താമസിക്കുന്ന പുത്തൻ വീട് എന്ന് പറയുന്നത് കിഴക്കും വിശാലമായ ഒരു ഇതായതുകൊണ്ട് 1973 ക്ഷേത്ര സംബന്ധമായി കര വിഭജിച്ചപ്പോഴേ മനക്കര പടിഞ്ഞാറ്, ഞാൻ മനക്കര പടിഞ്ഞാറാണ് താമസിക്കുന്നത്. അങ്ങനെ കിഴക്കും പടിഞ്ഞാറും വിശാലമായ ഈ പ്രദേശത്ത് ഏറിയ കൂറും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ് താമസിക്കുന്നത്. ധാരാളം മർദ്ദനം വെക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഒട്ടനവധി അനുഭവങ്ങൾ, അവർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായി വരുമ്പോഴൊക്കെ അതിന്റെ മുമ്പിൽ രക്ഷകനായി എത്തുന്നത് BP രാസർ സാറാണ്. പടിഞ്ഞാറും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. അന്ന് ഈ മാടമ്പിമാരുടെ താല്പര്യങ്ങൾക്ക് വിഘാതമായി വിരുദ്ധമായി സംസാരിക്കുകയോ നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അന്ന് അപ്പൊ ഇവിടെയുള്ള ആളുകളുടെ ശവശരീരം ആദിക്കാട്ട് ഭാഗത്ത്, അതായത് പടിഞ്ഞാറേ കേരള പടിഞ്ഞാറ് കാരാളിമുക്കിയുടെ ഭാഗത്ത് ശാസ്താംകോട്ട കായലിനോട് ചേർന്ന് കിടക്കുന്ന ചെമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിന്റെ മുകൾ പരപ്പ് മുഴുവനും പുല്ലാണ്, പക്ഷെ അടിയിൽ മുഴുവനും ചെളിയും ഉള്ളുവാണ്. ആരെയെങ്കിലും ചെന്ന് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ മേലോട്ട് കാണാനില്ല. ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ പേപ്പട്ടി ശല്യം ഉള്ളപ്പോൾ പട്ടിയെ ഓടിച്ചു വിടുന്നത് ഈ ചെമ്പിലേക്കാണ്, പിന്നെ അതിനെ പുറത്ത് കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ചരിത്രം കൂടി ഇവിടെ ഉണ്ട്. അപ്പോഴേ ഈ പ്രദേശത്തുള്ള ആളുകൾ രക്ഷപ്പെട്ടുന്നത് BP രാസറിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. പടിഞ്ഞാറ് കൊല്ലേലം എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ്. ഇദ്ദേഹം ഇടതുപക്ഷക്കാരനല്ല, വലതുപക്ഷക്കാരനാണ്. ഇടതുപക്ഷത്തോട് അദ്ദേഹത്തിന് മാനസികമായി താത്വികമായി അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് നല്ലതുപോലെ കവിത എഴുതും. ഇംഗ്ലീഷ് എക്കണോമിക്സ് ആണ് എടുത്ത് പഠിച്ചെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുമായിരുന്നു, പഠിപ്പിക്കുമായിരുന്നു, പത്രപ്രവർത്തകനായിരുന്നു. അങ്ങനെ ധീരമായി ഏത് പ്രശ്നത്തിൽ ഇടപെടുന്നതിന് അദ്ദേഹത്തിന് ഒരു മടിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഒരു ഇന്റർവ്യൂവിന് പേപ്പറുമായിട്ട് ആ ഇന്റർവ്യൂ ജോയിൻ ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ചെന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരുന്ന സമയത്തിന് അല്പം താമസിച്ചാണ് ഈ BP രാസർ സാർ അവിടെ എത്തിയത്. ആ ഉദ്യോഗസ്ഥന് അങ്ങനെ താമസത്തിനെ സംബന്ധിച്ച് എന്തോ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. അപ്പൊ അഭിപ്രായ വ്യത്യാസം പറഞ്ഞപ്പോഴേ അത് സാറിന് അത്ര പിടിച്ചില്ല. അദ്ദേഹം ആ മെമ്മോ കാർഡ് അദ്ദേഹത്തിന്റെ മുമ്പിൽ വലിച്ചു കയറി ഇട്ടിച്ച് അദ്ദേഹം ഇറങ്ങി പോരുന്ന ആളാണ്. അതാണ് BP രാസർ സാർ. അപ്പോൾ എന്ന് പറഞ്ഞാലേ ആളുകളെ വേണ്ടത്ര ഡെസിഗ്നേഷൻ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നതിനുള്ള വൈമനസ്യമുള്ള ഒരു കാലഘട്ടത്തിൽ പണ്ട് അംബേദ്കറിന് പറ്റിയ അനുഭവം BP രാസർ സാറിന് അവിടെ പറ്റുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം വലിച്ചു കയറി പറഞ്ഞു പോരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. അത് ഇംഗ്ലീഷ് പത്രങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഭാരത് കോളേജിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന കാലമാണ്. അന്ന് ഭാരത് കോളേജിലൊക്കെ വലിയ മാന്യതയുള്ള കാലമാണ്. അന്ന് നമ്മുടെ സാഹിത്യകാരനായിരുന്ന MB പോളിന്റെ ഒക്കെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിത്വത്തിൽ വരുന്ന ഒരാളാണ് BP രാസർ സാർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത ഒരു വിദ്യയും കലയും ഇല്ലായിരുന്നു. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ശാസ്താംകോട്ട സ്വതേര തടാകത്തിന്റെ കരയിൽ കാണുന്ന ആ ശാന്തിനികേതനം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് 64 സ്ഥാപിക്കുന്നതിന് മുമ്പ് ആ മേട് ഒരു വല്ലാത്ത ഒരു കുന്നാണ്. ആ കുന്നില് ധാരാളം പട്ടിക വിഭാഗത്തിൽപ്പെട്ട പട്ടിക ജാതിക്കാരവിടെ താമസമുണ്ടായിരുന്നു. ആ സ്ഥലം ഒഴിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി കുമ്പളത്തി സംഘപ്പിള്ളയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ മറ്റുള്ള ചില ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ അവരെ കുടിയിറക്കി വിട്ട ഒരു സംഭവമുണ്ട്. അങ്ങനെ കുടിയിറക്കി വിട്ടപ്പോഴേ അതിനകത്ത് ഇടപെടാൻ ഒരേ ആളെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയുള്ള ആളുകൾ ഓടി വന്നത് BP രാസർ സാറിന്റെ മുമ്പിലേക്കാണ്. അപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കളക്ടറും മറ്റു ആളുകളൊക്കെ അവിടെ വന്നു. വലിയ പ്രശ്നങ്ങളായി. അപ്പൊ ലാസർ സാറിനെ കണ്ടപ്പോൾ കളക്ടർ സല്യൂട്ട് കൊടുത്തു. എന്തുകൊണ്ട്? ലാസർ സാറിന്റെ കൂടെ പഠിച്ച ആളാണ് കളക്ടർ. അപ്പൊ അദ്ദേഹം അവർ തമ്മിൽ ഇംഗ്ലീഷ് സംസാരിച്ചു. ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പാടില്ല, ഇറക്കി വിട്ടാലേ പകരം ഭൂമി കൊടുക്കണം, അവർക്ക് വീട് വയ്ക്കാനുള്ള സാമ്പത്തിക സഹായം കൊടുക്കണമെന്ന്. ഇത് എന്നാണ് നടക്കുന്നത്? 1964 മുമ്പാണ്. 64 ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് കുമ്പളത്തി ശങ്കപ്പിള്ള ഇവിടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെ പറയണമെങ്കിലേ, അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ അത്താണിയായി നിൽക്കണമെന്നെങ്കിലേ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എത്രമാത്രം ആയിരിക്കണം. ഒരായുധത്തിന്റെ പിൻബലമില്ലാതെ ഒറ്റയ്ക്ക് ചെന്ന് നിന്ന് ഈ സംവിധാനങ്ങളോട് പോരാടാൻ ഒരു മടിയില്ല. എവിടെ അനീതിക്കെതിരെ പ്രശ്നങ്ങളുടെ എവിടെ അനീതി ഉണ്ടാകുന്ന അവിടെ BP രാസർ പ്രത്യക്ഷപ്പെടുമായിരുന്നു. എന്നോട് മറ്റൊരു അനുഭവം പറഞ്ഞ് ഈ ചരിത്രത്തിലില്ല, രേഖപ്പെടുത്താതെ പോയത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇന്ത്യൻ ലേബർ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. PK കുഞ്ഞൊക്കെ അതിൻ്റെ അകത്തുള്ള ആളാണ്. PK കുഞ്ഞ്, അതായത് നമ്മുടെ 57 മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഈ PK കുഞ്ഞ് അന്ന് ഇന്ത്യൻ ലേബർ പാർട്ടിയുടെയും മറ്റുമാണെന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ നല്ല ഓർമ്മയില്ല. അവിടെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് ഈ സംഭവം അദ്ദേഹത്തിന്റെ ഈ പണത്തിന്റെ കുറവ്, സർക്കാരിന് പ്രവർത്തിക്കാനുള്ള പണത്തിന്റെ കുറവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ലാസർ സാർ അവിടെ നിന്ന് പറയുന്നത്, എടോ പിന്നെ കുഞ്ഞെ, ഇയാൾക്ക് ഒരു മാസക്കൂലി തുടങ്ങിക്കൂടെയോ, ഒരു മാസക്കൂലി തുടങ്ങിക്കൂടെ എന്ന്
PP ലാസർ സാറ് അന്നത്തെ ധനകാര്യ മന്ത്രിയോട് ചോദിക്കുന്നുണ്ട്. ആ സൂചനയാണ്, ആ ഉത്ബോധനമാണ് പിൽക്കാലത്ത് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയായി മാറിയത്. ₹1 ഭാഗ്യക്കുറി വരുന്നത് PK കുഞ്ഞ് ആവിഷ്കരിക്കുന്നത് അങ്ങനെയാണ്. മറ്റൊരു സന്ദർഭത്തിൽ ഇദ്ദേഹം കേരളത്തിലുടനീളം ഈ അസംഘടിതരായിട്ടുള്ള ആളുകളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർട്ടി, ലേബർ പാർട്ടിയുടെ വാഹനത്തിൽ പോവുകയായിരുന്നു. ഒരിക്കലും കോട്ടയത്തിൽ ചെന്നു. ഇന്നത്തെ PJ ജോസഫിന്റെ ഫാദർ ഉണ്ടായിരുന്ന കാലത്ത്, അതായത് നമ്മുടെ കേരള കോൺഗ്രസിന്റെ PJ ജോസഫ് കോട്ടയത്ത്. അവിടെ ചെല്ലുമ്പോഴേ അദ്ദേഹത്തിന്റെ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് അന്നത്തെ ഒരു തന്ത്രം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പ്രയോഗിച്ചിട്ടുള്ളതാണ്. മണമിമാരെ കള്ളു കുടിക്കാൻ കാശും കൊടുത്തിട്ട് ചട്ടം പിത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ യോഗ സ്ഥലത്തേക്ക് ഗുണ്ടകളെ പറഞ്ഞു വിടുന്ന ഒരേർപ്പാട്. അപ്പൊ സാർ അവിടെ സംസാരിക്കാൻ ചെന്ന് നിൽക്കുന്നു. സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോഴേ ഒരാൾ തലക്കെട്ട് മുട്ടി വെള്ളമൊക്കെ കഴിച്ചിട്ട് ആ ഭാഗത്തൊക്കെ കറങ്ങിയടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. സാറ് പ്രശ്നം ആരംഭിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇടയിൽ ഇയാൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ സാർ അവിടെ പ്രശ്നം നിർത്തിയിട്ട് മുന്നോട്ട് കടന്നു ചെന്നിട്ട് ആ മനുഷ്യനെ പിടിച്ച് ഒരടിയാൻ കൊടുത്തു. അടി കൊണ്ടിട്ട് അയാൾ താഴോട്ട് ഇരുന്നിട്ട് അയാൾ ഇടിക്കാനും വയ്യ, ഒന്നും ചെയ്യാൻ വയ്യാത്ത നിലപാടായി. സാർ 1.5 മണിക്കൂറോ മറ്റേ അവിടെ സംസാരിച്ചെന്ന് എന്നോട് പറഞ്ഞത്. ആ 1.5 മണിക്കൂറോളം ഈ പറഞ്ഞ ഗുണ്ട അവിടെ കുത്തിയിരിക്കുകയും ചെയ്തു. അപ്പൊ അതിനുശേഷം പ്രസംഗം നിർത്തിയിട്ട് അദ്ദേഹം അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നിന്നാരാണോ എന്നോട് പറഞ്ഞിട്ടെ, ഈ യോഗം കിടക്കാൻ ആരാ എന്നോട് പറഞ്ഞിട്ടെ, PJ ജോസഫിന്റെ അച്ഛനാണോ, അങ്ങനെയാണോ? പറഞ്ഞേക്കാൻ പറഞ്ഞു. തിരിച്ചൊരു അടി കൊടുത്തത്. അയാൾ നോർമലായി നടന്നങ്ങ് പോയി. ഇതും ചരിത്രത്തിലുള്ള ഒരു സംഭവമാണ്, എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് ഘട്ടത്തിലും ഏത് വിഷയത്തിലും ഏത് സാഹചര്യത്തിൽ ആയാലും പ്രതിരോധത്തിനും അതുപോലെ തന്നെ പ്രത്യാക്രമണത്തിനും ഒന്നും PP ലാസർ സാറിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അന്ന് ഈ അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യമേ ഇല്ല. ഒരു മുട്ടുസൂചി പോലും വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത ആ കാലഘട്ടത്തിൽ അദ്ദേഹം നേരിട്ട് സമരം നടത്തിയിട്ടാണ് OEC പെട്ട കുട്ടികൾക്ക് ലംസം ഗ്രാന്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തത്. അദ്ദേഹത്തിന്റെ ആ പ്രതിബദ്ധത നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആരും ചെയ്യാത്ത ഒരു പണിയാണ് ആ സമുദായത്തിന്. അതുപോലെ തന്നെ അവർക്ക് സംഘടിതമായി ജീവിക്കുവാനുള്ള എല്ലാ അവകാശങ്ങളും ഉള്ളിടത്ത് അവരെ ആക്രമിക്കാൻ വരുന്നിടത്ത് PP ലാസർ സാറ് പ്രത്യക്ഷപ്പെടുമായിരുന്നു. ഏത് പ്രശ്നത്തിലും ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ശാസ്താംകോട്ട മനക്കര വിഭാഗത്തിൽ മാത്രമല്ല, കേരളത്തിലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അദ്ദേഹം പോയി ഇതുപോലെ പ്രസംഗിക്കുകയും ഇതുപോലെ എഴുതുകയും ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു MLA തന്നെ ജയിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. കോട്ടക്കുടി സുകുമാരൻ എന്ന് പറയുന്ന ഒരാള് ജനതാ പാർട്ടിയിൽ ചേർന്നു. ഇടതുപക്ഷത്തിന് പിന്തുണയുള്ള ഒരു മണ്ണാണ് ഈ കുന്നത്തൂർ എന്ന് പറയുന്നത്. അപ്പൊ പല പ്രാവശ്യം നിന്ന് പരാജയപ്പെട്ടു. ഇയാൾ ആത്മഹത്യ ചെയ്യുമെന്ന സാറിന്റെ വീട്ടിൽ വന്നിരുന്നു പറഞ്ഞു, എനിക്ക് ഇപ്രാവശ്യം ജയിക്കണം, എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം സമാധാനിപ്പിച്ചു. കൊല്ലത്ത് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന അന്നത്തെ യുവ തുർക്കി, ഈ പാർട്ടിയുടെ ചെയർമാനായിരുന്ന അദ്ദേഹം കൊല്ലത്ത് വന്നപ്പോൾ അദ്ദേഹം പോയി സുകുമാരന് വേണ്ടി മാത്രം, പാർട്ടിക്കകത്ത് അദ്ദേഹം ഉണ്ടെന്നാലും മണ്ഡലം കമ്മിറ്റിയിലും മറ്റുണ്ടെന്ന്, അവിടെ പോയി നേരിട്ട് അദ്ദേഹത്തോട് ഇംഗ്ലീഷിൽ സംസാരിച്ച് അയാൾക്ക് സീറ്റ് അഷ്വർ ചെയ്തതിന് ശേഷം ആണ് അവിടുന്ന് പോയിരുന്നത്. അയാളെ ജയിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. ആരോടെ മുമ്പിലും കുടിക്കാത്ത ഒരു വ്യക്തി. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരുപാട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഇന്ന് പല മേഖലകളിൽ ഇരിപ്പുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ നാമധേയം ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയി എന്നുള്ള ദുഃഖസത്യം എന്നെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും അദ്ദേഹത്തിന്റെ പ്രേരണയിൽ അന്ന് രൂപപ്പെടുത്തിയതാണ് 1994-95 കാലഘട്ടത്തിൽ രൂപപ്പെടുത്തിയ ഒരു സംഘടനയാണ് ഡൈനാമിക് ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന സംഘടന. കുന്നത്തൂരിലെ ജീവിത പ്രശ്നങ്ങള്, ഊരാകുരുക്കി ചെന്ന് ചേർന്ന ആളുകളുടെ പ്രശ്നങ്ങള്, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങള്, റോഡ്, പാലം, ജലാശയ ജാതങ്ങളുടെ സുഖേരഭാഗം തുടങ്ങിയിട്ടുള്ള നാനാതുറയിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ പരിശ്രമിക്കുണ്ടായി. ആനയടി പാലം തകർന്ന് തരിപ്പണമായി കിടന്ന് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്റ്റേജ് കെട്ടിയും കുടിൽ കെട്ടിയും സത്യാഗ്രഹം നടന്നിട്ട് പോലും അതിന്റെ ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞിരുന്ന ആ പാലത്തിൽ ഒരു വണ്ടി ഒരു സമയത്ത് ഒരു ഭാഗത്തേക്ക് പോകുള്ളൂ. അതിന്റെ കൈവരി തകർന്ന് കിടന്നത് സാറ് ഇംഗ്ലീഷിൽ എഴുതി, ഞാൻ അടുത്തിരിക്കുന്നു, ഡൈനാമിക് ആക്ഷൻ കൗൺസിലിന്റെ പേപ്പറിൽ എഴുതി അയച്ചതിന് ശേഷമാണ് കളക്ടറും ബന്ധപ്പെട്ടവരും വന്ന് അത് കാണുകയും അതിന്റെ സ്പാനുകളെല്ലാം ഇടയിൽ കിടക്കായിരുന്നു. അവസാനം ആ കൈവരി കെട്ടുന്നതിന് വേണ്ടിയിട്ട് 6.5 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനെ ആ പാലം ശരിയാക്കുകയും തുടർന്ന് ഇന്ന് കാണുന്ന ആനയടി പാലത്തിന് റിപ്പോർട്ട് പോവുകയും ചെയ്തു. അന്ന് കൊല്ലം ജില്ലാ കളക്ടറായിരുന്ന രാജൻ കൊമ്പറയുടെ എന്ന ആളാണ് ഇപ്പോൾ അദ്ദേഹം സർവീസിലുണ്ട്. അപ്പൊ ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി അത്താണിയായി നിന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ സൗകര്യപൂർവ്വം ഇങ്ങനെ സമൂഹത്തിന് ഒട്ടേറെ സംഭാവനകൾ ചെയ്തിട്ടുള്ളവരും എന്നാൽ രേഖപ്പെടുത്താതെ പോയിട്ടുള്ളവരുമുണ്ട്. ആ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആരും തന്നെയും ശ്രമിച്ചു കാണാത്തതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് നടത്തി വരുന്ന ഈ ഫോട്ടോ മീഡിയ യൂട്യൂബ് ചാനലുകാരനോട് ഞാനിങ്ങനെ അഭ്യർത്ഥിക്കുകയും അദ്ദേഹം എൻ്റെ അഭ്യർത്ഥന അംഗീകരിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇത് സംസാരിക്കാൻ ഇടയുണ്ടായിട്ടുള്ളത്. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ അദ്ദേഹം, ഞാൻ രത്നചുരുക്കം പറയുകയാണെങ്കിൽ, ഒന്നിനും മാറ്റി നിർത്താൻ ഒക്കാത്ത, എവിടെയും ഉൾക്കൊള്ളിക്കാവുന്ന തരത്തിൽ എവിടെയും ആർക്കും ഏത് സമയത്തും വന്ന് സമീപിക്കാവുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പണം അങ്ങോട്ട് ചെലവാക്കിക്കൊണ്ട് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന ഇത്രയും കറ കളഞ്ഞിട്ടുള്ള
ഒരു മനസ്സുള്ള ഒരു മനുഷ്യൻ, ഒരു മനുഷ്യ സ്നേഹി, ഒരു സാമൂഹിക പരിഷ്കർത്താവ്. സമൂഹത്തിന്റെ ഈ ഉത്തരവാദിത്തങ്ങൾ ആരും പറയാതെ പ്രതിഫലേച്ഛ ഇല്ലാതെ സുഖമില്ലാതിരിക്കുന്ന കാലത്ത് പോലും അദ്ദേഹത്തെ കാണാനായിട്ട് ഇവിടെ നിരവധി ആളുകളാണ്, സമുദായത്തിൽപ്പെട്ടവരായാലും അല്ലാത്തവരായാലും നല്ല ഇംഗ്ലീഷ് പരിജ്ഞാനം ഉള്ളതുകൊണ്ട് ഇവിടേക്കുള്ള ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരെ വരുന്ന പേപ്പറുകൾ ഇവിടെ കൊണ്ടുവച്ച് സാറിന്റെ കയ്യിൽ കൊടുത്തിട്ട് അത് വായിച്ചു കേട്ട് അതിനകത്ത് മലയാളം മനസ്സിലാക്കിക്കൊണ്ട് പോയിരുന്ന് പ്രവർത്തിച്ചിട്ടുള്ള സംഭവങ്ങൾ എനിക്കറിയാം. അത്ര ഇംഗ്ലീഷ് ഭാഷ, ആംഗലേയ ഭാഷ ഇത്ര മനോഹരമായി പറയുവാനും അതുപോലെ തന്നെ പഠിപ്പിക്കുവാനും കഴിവുള്ള അദ്വിതീയനായിട്ടുള്ള ഒരാളായിരുന്നു ടി പി ദാസ സാർ. അദ്ദേഹത്തിന് എൻ്റെ പിന്നെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ, വണക്കം. അതോടുകൂടി നമുക്ക് സാർ അദ്ദേഹത്തിന്റെ പ്രിയ ഭാര്യ ഇവിടെ ഉണ്ട്. അപ്പൊ അവരെ കൂടെ നമുക്കൊന്ന് വിളിച്ച് അവരുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നമുക്കിതിൽ ഇങ്ങോട്ട് രേഖപ്പെടുത്തിയാലോ? അത് അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതം. ഞാനിപ്പോ ലാസർ സാറിന്റെ വീട്ടിലാണുള്ളത്. അദ്ദേഹത്തിന്റെ പ്രിയ പത്നി നമ്മളൊപ്പം ഉണ്ട്. നമസ്കാരം. നമസ്കാരം. അദ്ദേഹത്തിന്റെ കർമ്മപദം കുറെയൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ജീവിതത്തിൽ അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ, അതായത് നിങ്ങൾ ആദ്യമായി കണ്ടത് മുതൽ ഉള്ള മങ്ങാത്ത ഓർമ്മകൾ, അത് നമ്മളുടെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. നമസ്കാരം ഗായ്സ്. ഞാൻ മേൽക്കുട്ടി ലാസർ, എൻ്റെ ഭർത്താവ് പി ലാസർ. ഞാനിവിടെ വരുന്നത് 1976 56-ലും 64-ലും 2 സമരങ്ങൾ നടത്തി. അപ്പം അന്ന് പിന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിനില്ല, ഷെഡ്യൂൾഡ് കാസ്റ്റിന് മാത്രം ഇത് കിട്ടും, സ്റ്റൈഫൻഡ് കിട്ടും, ഫീസാനുകൂല്യം കിട്ടും. അപ്പം നമ്മളുടെ ഈ വിഭാഗത്തിലുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിക്കാൻ നിവർത്തിയില്ലാതൊക്കെ ഉണ്ട്. അവരുടെ വിഷമം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു BCC എന്നും പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. BCC ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ഫെഡറേഷൻ, ഒരു ജോൺ സാറ് പിന്നെ ഇദ്ദേഹം ഒക്കെ പ്രവർത്തിച്ചിരുന്ന ആ സംഘടന മുഖേനയാണ് 56-ലെ സമരം കഴിഞ്ഞ് 64-ൽ സമരം തുടങ്ങുന്നത്. ഈ 64-ൽ സമരം തുടങ്ങുമ്പോൾ ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതിച്ച് നിൽക്കുന്നേ ഉള്ളൂ. എനിക്ക് ഇദ്ദേഹത്തെ അറിഞ്ഞുകൂടാ. എൻ്റെ വല്യമ്മ അറിയും. വല്യമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടിങ്ങനെ ഒരാളുണ്ട്, നീ അവരോട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അപ്പോഴും തിരുവനന്തപുരം ടൗണിൽ PP ലാസർ ചിന്താവാദം പറഞ്ഞ് വിളിച്ചു കിടക്കും. ഇയാളെ ഞാൻ കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല. പിന്നെ അങ്ങനെ ആ 64-ലെ സമരത്തിന് ശേഷം അന്ന് ഞങ്ങളെ ഒരു 2000 സ്ത്രീകളെ മാത്രം അറസ്റ്റ് ചെയ്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിറച്ച്. പിന്നെയാണ് സർക്കാർ ഒന്ന് വഴങ്ങി ഇത് ഈ പിള്ളേർക്ക് ഈ പട്ടികജാതിയിൽ നിന്ന് കൺവേർട്ട് ചെയ്ത പിള്ളേർക്ക് സ്റ്റൈഫൻഡും ലംസം ഗ്രാൻഡും ഒക്കെ കിട്ടുന്നു. എന്നിട്ടും അത് SC/ST വിഭാഗക്കാർക്ക് കിട്ടുന്നതിൻ്റെ പകുതിയെ കിട്ടിയുള്ളായിരുന്നു. പിന്നെയും സമരം ചെയ്താണ് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഇപ്പം ലംസം ഗ്രാൻഡ് ഒന്നും ഇല്ല, ഗവൺമെൻറ് ഒന്നും നടപ്പാക്കുന്നില്ല, ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള തലമുറയ്ക്കൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഈ സംരംഭം അത് വിജയിപ്പിച്ചു കൊടുത്തു. പിന്നെയാണ് ഇന്ത്യൻ ലേബർ പാർട്ടി ചേരുന്നതും. അപ്പോൾ മാടമ്പിമാരുടെ ഇതായിരുന്നല്ലോ, DAPസിൽ കശുവട്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഒന്നും കൂലി തുച്ഛമായ ആശ കൊടുത്തിരുന്നു. അവരുടെ പ്രശ്നം ഏറ്റെടുത്ത് ആനുകൂല്യങ്ങൾ നേടിക്കൊടുത്ത് ഇപ്പോൾ അവരനുഭവിപ്പം സർക്കാർ അവരെ അവഗണിക്കുന്നെങ്കിൽ ഇപ്പം അന്ന് നേടിക്കൊടുത്ത ആനുകൂല്യങ്ങളാണ് ഇന്ന് അവരനുഭവിക്കുന്നത്. അങ്ങനെ അവശത അനുഭവിക്കുന്ന ജനത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ജോലിയായിട്ട് ഇരിക്കുമ്പം കല്യാണം കഴിഞ്ഞ് 76-ലായിരുന്നു എൻ്റെ കല്യാണം. ജോലിയായിട്ടിരിക്കുമ്പോൾ ഞാൻ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ സമുദായങ്ങൾക്ക് ചിലവാക്കുക, BCC സമുദായങ്ങൾക്ക് ചിലവാക്കുക. ഇപ്പോൾ നമ്മൾ ഒരു പിന്നെ കോട്ടക്കുഴി സുമാരെന്ന് പറഞ്ഞ ഒരാൾ, ഇനിയും ഞാനിങ്ങനെ നിന്നാൽ ഞാൻ ശാസ്താംകോട്ട കായലിൽ ചാടും, സാറേ എന്നെ രക്ഷിക്കണമെന്ന് വന്ന് കരഞ്ഞു പറഞ്ഞപ്പം അയാൾക്ക് വേണ്ടി ഒരു ജനതാ പാർട്ടി ഉണ്ടാക്കി അയാളെ ജയിപ്പിച്ചു, MLA ആയിട്ട് ജയിപ്പിച്ചെടുത്തു. പിറ്റേ ദിവസം അയാൾ നേരെ തിരിഞ്ഞു അച്ഛനെ കണ്ടപ്പോൾ മുഖം തിരിച്ചു പോയി. ഞാൻ പറഞ്ഞ സാരമില്ല, ആനുകൂല്യങ്ങൾ അനുഭവിക്കുമ്പോൾ അവർക്ക് വേണം, അതൊന്നും സാരമില്ല, അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയൊന്നും ഓർക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള അവഗണനകൾ ഇദ്ദേഹത്തിന് വലിയ വിഷമം ഉണ്ടാക്കുകയായിരുന്നു. പള്ളിക്കാരാണെങ്കിലും പള്ളി ഇപ്പം ഞങ്ങൾക്ക് ഉണ്ടായിട്ടൊരു 150 വർഷത്തിന് മേലുള്ള പള്ളിയാണ്. ഇപ്പം അവരുടെ ഇപ്പോൾ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ അപ്പനും അമ്മയ്ക്കും ഒക്കെ അറിയാനും അതുമാത്രം കഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഇവർ ചെയ്തു വെച്ചതിൻ്റെ ആനുകൂല്യം അനുഭവിച്ച് ഒരു പ്രൊഫസറൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവരന്നേരം അവരെല്ലാം പിന്നെ ഒന്ന്
പഠിപ്പിച്ചത് തന്നെ കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളാണ്, കേരളത്തിൻ്റെ ഒന്നാമത്തെ സ്കൂളാണ് അത്. ഈ ഒരു നിലയിൽ എത്തിച്ചത് ഈ അവശക്രിസ്ത്യാനി എന്ന് പറഞ്ഞ, പണ്ട് അവശക്രിസ്ത്യാനി എന്നാണ് പറഞ്ഞിരുന്നത്, പിന്നെ ദളിത് ക്രൈസ്തവർ ആക്കിയത്. ദളിത് ക്രൈസ്തവർ അത് മഹാരാഷ്ട്രയിലെ കുറേ വലിയ ആൾക്കാർ, വലിയ പാർട്ടികളാണ് ദളിത് ക്രൈസ്തവർ എന്നങ്ങ് പേരിട്ട്. അപ്പം പണ്ട് അവശക്രൈസ്തവർ എന്നാണ് പറഞ്ഞിരുന്നത്. VCCF അങ്ങനെയാണ് സംഘടന തുടങ്ങുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും മറുപടി ആഗ്രഹിച്ചില്ല, അതിനൊന്നും ലാഭം ചോദിച്ചില്ല. എല്ലാം ഇങ്ങനെ അവർക്ക് വേണ്ട സഹായം. ഇത്രയാണ് സംസാരിച്ചത് നാസർ സാറിന്റെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇടപെടലുകളെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ നാസർ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വെച്ചാണ്? നമ്മൾ അങ്ങനെയുള്ള ഒരു പഴയ ഓർമ്മകളിൽ ഞങ്ങള് പിന്നെ 64 സമരം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ന് പിന്നെ ഞങ്ങളുടെ തേവലക്കരയാൻ്റെ വീട്, അവിടുന്ന് ഒരു 4-5 പ്രായമുള്ള സ്ത്രീകളും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അവിടെ ഉള്ള അപ്പച്ചന്മാരും ഒക്കെ പറഞ്ഞു, മോള് പരീക്ഷ എഴുതി നിൽക്കില്ലയോ, യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ബാച്ചായിരുന്നു ഞാൻ, നിൽക്കില്ലയോ, നീ കൂടെ പോകുമെന്ന് പറഞ്ഞു. ഇപ്പം ഇങ്ങനെ സമരം ചെയ്യേണ്ടി വരുമെന്നോ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അവിടെ പ്ലസ് വിട്ട് കിടക്കുന്ന പ്രായമില്ല. ഞാൻ പോയി ചെന്നപ്പം നമ്മുടെ കേരളത്തിൽ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറുള്ള അത്രയും സ്ത്രീകൾ, ആണുങ്ങൾ കൊണ്ട് കുറേ സ്ത്രീകൾ കൂടി. അങ്ങനെ കൂടി പിന്നെ സമരം ചെയ്തപ്പം ഉച്ചയോടെ ഞങ്ങളെല്ലാവരെയും അറസ്റ്റ് ചെയ്ത്. അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ പേടിയായിപ്പോയി. അറസ്റ്റ് ചെയ്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് അറിഞ്ഞു. അതിന് പിന്നെ 2 ആഴ്ച അവിടെ കിടക്കേണ്ടി വന്നു. അന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് പിന്നെ എത്ര വയസ്സ് വരുമായിരുന്നു? യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതിച്ചിരിക്കുക. എനിക്കന്ന് 16 വയസ്സ് ഉണ്ട്. അതെനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അറസ്റ്റ് ചെയ്യുന്ന. അറസ്റ്റ് എന്തോന്ന് പോലും എനിക്ക് അറിയത്തില്ല. അതായത് ഇങ്ങനെ ഒരു സംഭവം നമ്മളെ പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് അതും കഴിഞ്ഞ് എൻ്റെ വല്യമ്മ, എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ ഭാര്യ, അവരുടെ ഒരു ബന്ധുത്വം വരും ഈ PP ലാസറിന്. പിന്നെ അപ്പോൾ തേവലക്കരയായിരുന്നു. അപ്പം എന്നോട് എൻ്റെ മോളെ, ആ PP ലാസർ എന്ന് പറയുന്ന ഒരാളുണ്ട്, നീ അവിടെ ചെന്ന് നിന്റെ അഡ്രസ്സും അതൊക്കെ കൊടുക്ക്, ചിലപ്പോൾ ഈ കൊല്ലത്തുനിന്നങ്ങ് മാറിയ എന്തെങ്കിലും രക്ഷ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കൊണ്ട് ചെല്ലുമ്പം അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ ഒരു മോള് ഒരു പെങ്ങളേ ഉള്ളൂ. ഞാനത് കൊടുത്തു വെച്ചിഞ്ഞു പോരുന്നു. ഞാൻ കണ്ടില്ല ഈ പുള്ളിയെ. അവരത് കൊടുത്തില്ല ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ. ഞാൻ പിന്നെ ഒരിക്കൽ കണ്ടപ്പോൾ അന്നേരം ഞാനിങ്ങനെ ഒരു ഇത് കൊടുത്തായിരുന്നില്ല, എൻ്റെ കിട്ടിയില്ല, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ 3ാമത് വന്നതിലാണ് എനിക്ക് അവിടെ കാസർഗോഡ് അപ്പോയിൻമെന്റ് കിട്ടുന്നത്. അങ്ങനെ ജോലി അപ്പോയിൻമെന്റ്. അപ്പോഴെത്ര വയസ്സ്? എനിക്കന്ന് 30 വയസ്സുണ്ട്. നമ്മളിപ്പോ ഈ സംസാരിച്ചോണ്ടിരുന്നത് 16 വയസ്സ് ഉള്ള ആ സമരം കാലഘട്ടമാണ്. നമ്മൾ അതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെയാണ് എന്നുള്ളത് പറയാതെ നേരെ 30 വയസ്സിൽ അല്ലെങ്കിൽ നേരെ ജോലിയിലേക്ക് പോയി. എന്റെ അമ്മ വല്യമ്മ പറയട്ടെ, നമ്മള് ഇപ്പോ ആ സമരം കഴിഞ്ഞു. ഞാൻ ചോദിച്ചത് ലാസർ സാറിനെ എവിടെ വെച്ചാണ്, എപ്പോഴാണ് കണ്ടുമുട്ടിയത്? ഞാൻ എൻ്റെ അമ്മയുടെ അപ്പൻ്റെ ചേട്ടൻ്റെ പറയാം വല്യമ്മ എന്ന് പറയാം. വല്യമ്മ ഇങ്ങനെ പറഞ്ഞു, അഡ്രസ് എല്ലാം കൊണ്ടുപോകും ആ പുള്ളിയുടെ കയ്യിൽ. ആ പുള്ളി വല്ലതൊക്കെ ഉദ്യോഗസ്ഥരെയൊക്കെ കാണാൻ വിളിക്കെല്ലാം ഞാൻ ഇവിടെ വരുമ്പം, ഇവിടെ വന്നു ഈ വീട്ടിൽ വരുമ്പോൾ അവരുടെ ചേട്ടൻ്റെ ഒരു മോളും വരാണ്ട് ഞാൻ അവരുടെ കയ്യിൽ അത് പ്രത്യേകിച്ച് അങ്ങ് പോയി. പിന്നെ കുറേ നാളത്തേക്ക് അനക്കമില്ല. പിന്നെ ഒരു ദിവസം അവരെവിടെ താമസിക്കായിരുന്നു? അവരിവിടെ ആയിരുന്നു. അപ്പൊ ഇതിപ്പം പുതിയ വെച്ച വീട് അല്ല, ഇവിടെ പുതുതായിട്ട് ഇറക്കിയത് ഈ വരാന്തേ ഉള്ളൂ. പണ്ടേ ഉള്ള വീടാണ്. അപ്പൊ ഇതാണ് ലാസർ സാറിന്റെ കുടുംബം, പരമ്പരാഗതമായിട്ടുള്ള ഇതാണ്. ഞാനിങ്ങനെ വന്ന് പറയാം, മാഡം എവിടെയാണ് താമസിക്കുന്നത്? എന്റെ വീട് തേവലക്കരയാണ്. തേവലക്കരയാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവരെ ഇങ്ങനെ ഒരു വല്യമ്മയുടെ ഒരു ബന്ധമുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വന്ന് എൻ്റെ അനിയത്തെയും കൂട്ടിക്കൊണ്ട് വന്ന്. അന്നേരം ഇങ്ങനെ ഇവിടെ ഒന്നും ഇല്ല. ഇങ്ങനെ പലയിടത്ത് മീറ്റിങ്ങിനോ അതിനൊക്കെ പോവുക. ഞാൻ അതെല്ലാം കൊടുത്ത് വെച്ച് പോയി. അപ്പം ഞാനൊരു ദിവസം വിളിച്ച്, ഞാനിങ്ങനെ ഒരു ഇത് കൊണ്ട് തന്നായിരുന്നു, അത് കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഓ അങ്ങനെ എനിക്ക് പേരറിയാൻ കഴിഞ്ഞിട്ട് ഞാൻ അത് അന്വേഷിച്ചില്ല. പേരിക്കുട്ടി എന്നൊരു പേര് ഞാൻ കണ്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനായിരുന്നത്. അങ്ങനെയുള്ളപ്പോൾ നവംബർ 30 അല്ല ഒക്ടോബർ എനിക്കൊരു കാർഡ് വന്നു. അത് തിരുത്തി വർഷം അങ്ങനെ പറയാൻ പറ്റും. 1975 നവംബറിലാണ് ഞാൻ കാണുന്നത്. അതിനു മുമ്പായി സമരങ്ങളും ഒക്കെ. അപ്പൊ എനിക്ക് ഇദ്ദേഹത്തെ അങ്ങ് പേടിയ എങ്ങനെ പെരുമാറും, എങ്ങനെയാകും എന്നൊക്കെ ഉള്ള ഒരു ഉണ്ട്. വലിയ തടിമെടുക്കും, നല്ല സുന്ദരനാ. അത് ദോഷം പറയരുത്, എല്ലാം ഞാൻ പോഴ്ത്തി പറയില്ല, സാറിനറിയാം സുന്ദരനാ. അപ്പം ആളിനെ കണ്ടപ്പോഴേ ഇഷ്ടമായി. ഞാന് അങ്ങനെ ഇഷ്ടമായില്ല.
അങ്ങനെ ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ അന്നേരം എന്റെ പേര് മേരിക്കുട്ടി, അന്നേരം എന്നോട് ചോദിച്ചു എന്റെ വീട് ഞാൻ പറഞ്ഞു നിന്നതുപോലെ പിന്നെ ചാക്കോ എന്നാ ചേട്ടന്റെ പേര്, ചാക്കോച്ചാന്റെ ഭാര്യയുടെ ആയിട്ട് ബന്ധുവില്ലേ. ഞാൻ പറഞ്ഞതെ ഞാനിവിടെ വന്നു 1-2 പ്രാവശ്യം വന്നു കിട്ടിയില്ല. പിന്നെ നവംബർ 1 1975 നവംബർ 1 ഞാനിവിടെ വന്നു. പിന്നെ എൻ്റെ പേരൻസ് എന്നെ പറഞ്ഞു വിട്ടു. കാരണം എൻ്റെ പിന്നെ സഹോദരങ്ങൾ എനിക്കിടെ 5 ആമ്പിള്ളേരാ. അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, എൻ്റെ അപ്പൻ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. എൻ്റെ അപ്പൻ്റെ ചേട്ടൻ ഒരാൾ ESLC ഒക്കെ പാസ്സായി മിലിറ്ററിയിലെ ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്താൽ ആ പുള്ളിക്ക് നേരെ തോന്നുമ്പോഴേ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ പറയത്തുള്ളൂ. കുഴപ്പമൊന്നുമില്ല, തോന്നണം. എനിക്ക് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ ഒക്കെ പിന്നെ ട്രാൻസ്ലേഷനൊക്കെ പറഞ്ഞു തരും. പിന്നെ അനാലിസിസ് എന്നൊരു സബ്ജക്ട് ഉണ്ടായിരുന്നു അന്ന്, അതൊക്കെ പറഞ്ഞു തരും. പക്ഷെ തോന്നണം. അപ്പൻ വിളിക്കുന്നുണ്ടെ പിന്നെ ഞാൻ കിടക്കും. അങ്ങനെ വിളിച്ച് ഒന്ന് എന്നേക്കപ്പാ എനിക്കിതൊന്ന് പറഞ്ഞാന്ന് പറയുമ്പോൾ എന്നിട്ട് പറഞ്ഞു തരും. കേരളക്കര ESLC പാസ്സായ അദ്ദേഹം മാത്രമേ ഉള്ളൂ. അത് നല്ല ഇംഗ്ലീഷ് ആ കാലത്ത് എല്ലാം നല്ലപോലെ ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന. ഞാൻ ഈ മനുഷ്യനെ തിരക്കി 1975 നവംബർ 1 ഇവിടെ വരുന്നില്ല. എൻ്റെ ഫാദർ വിളിച്ച് പറഞ്ഞു, സാറേ അന്നും സാറേ എന്നാ പറയുന്നത് വരെ സാറേ ഇവിടെ പിള്ളേർക്കാർക്കും അത് അറിയത്തില്ല, അവളെയും കൊണ്ടൊന്ന് ഇന്റർവ്യൂവിന് പോകുന്നു പറഞ്ഞു. അന്നേരം ഇദ്ദേഹം പറഞ്ഞു അച്ഛൻ്റെ ചേട്ടനില്ലേ വലിയ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾ, നാടും വീഴും നടന്ന ആളല്ലേ, അങ്ങനെ വിളിച്ചോണ്ട് പോകണമെന്ന് പറയും. അങ്ങനെ വരത്തില്ലെന്ന് പറയാനൊക്കെ നിങ്ങൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. പിന്നെ നവംബർ 1 പോകുന്നു. 75 നവംബർ 1 പോകുന്നു. അവിടെ ചെന്ന് വേറെ ഇദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ കരുവാക്കുള്ളുണ്ടായിരുന്നു. അയാളുമായിട്ട് കൂട്ടുപിടിച്ച് അവിടുത്തെ ഇന്റർവ്യൂ പങ്കെടുപ്പിച്ച് ഇന്റർവ്യൂ ജയിച്ചു. അപ്പൊ എനിക്ക് 75 കഴിഞ്ഞ് ആ 75 ആ മാസത്തിൽ ആ നവംബർ തന്നെ എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്നു. അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്നപ്പം ഞാനെന്തോ എനിക്കത് സ്ഥലം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഞാൻ അദ്ദേഹം തന്നെ വായിച്ചു നോക്കി, നിന്നെ അവിടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്നു, നിന്നെ ഇവിടെ ആക്കി ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാട്ടെ. അങ്ങനെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിച്ചിട്ട് എന്നെ അവിടെ ഷിനിബാഗുലു എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആദ്യം അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. അവിടെ കൊണ്ടാക്കിയിട്ട് പിന്നെ അവിടെ ഒരു ഹോസ്റ്റലിൽ എന്നെ ഏൽപ്പിച്ച് അതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നു. എനിക്ക് ചോറ് കൊണ്ടുപോകാനുള്ള പാത്രം അതൊക്കെ കാണാൻ തന്നു. എനിക്ക് ഒരു പരിചയമില്ല ഇദ്ദേഹത്തെ, ഒരു പരിചയമില്ല. എനിക്ക് പേടി ഇദ്ദേഹത്തെ. ഇദ്ദേഹം പെട്ടെന്നാ ഈ ദേഷ്യപ്പെടുന്നു നോക്കി. ഈ സ്വഭാവം എപ്പോഴും മാറുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എനിക്കങ്ങ് എന്ത് പറയണം, എങ്ങനെ ചോദിക്കണം എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനങ്ങ് വിഷമിച്ചൊക്കെ. അപ്പം ഇന്റർവ്യൂവിന് ഒരാൾ തന്നു. അവര് പിറ്റേ ദിവസം 10 മണിക്കാണ് ഇന്റർവ്യൂ. അന്നേരം എന്നെ ഇവിടെ ശാസ്താംകോട്ട ഒരു പെങ്കൊച്ചുണ്ട്, ഒരു പോസ്റ്റ്മാന്റെ പെങ്ങള. അവിടെ എത്തുകൊണ്ടോന്ന് അവളെ അറിയാം. അവളെ എന്നെ അവിടെ ഒരു ഹോസ്റ്റലിലാക്കിയിട്ട് ഇദ്ദേഹം പിറ്റേന്ന് എനിക്ക് പോരുകയും ചെയ്തു. അപ്പം 2 ആഴ്ച കൂടുതൽ എടുത്തു ഇതിന് പോസ്റ്റിംഗ് കിട്ടാനും അതിനൊക്കെ. അപ്പൊ നമ്മളൊന്നും അറിയില്ല, എൻ്റെ വല്യമ്മയുടെ ബന്ധമാണെന്നല്ലേ നമുക്കറിയാം. ചേട്ടൻ ഒരാൾ താമസിക്കുന്നുണ്ടോ? ചേട്ടൻ പറഞ്ഞു നീ അവൾക്ക് ഇന്റർവ്യൂവിന് ഫസ്റ്റ് മാർക്ക് കിട്ടി, അവൾക്ക് അപ്പോയിന്റ്മെന്റ് ആയി. പിന്നെ അവളെ അച്ഛൻ്റെ ആയിട്ട് ബന്ധമല്ലേ അവൾ ആരും അറിയാതെ അവൾക്ക് അറിയാത്തൊരു നാട്ടിൽ കൊണ്ടുവന്ന് ഇട്ടേച്ച് പോകാൻ വെക്കൂ. അതുകൊണ്ട് ഞാൻ ഹോസ്റ്റൽ കണ്ടുപിടിച്ച് അവൾക്ക് വേണ്ട സാധനമെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഞാൻ അവിടെ ഹോസ്റ്റലിലാക്കിച്ച് വന്നപ്പം 2 ആഴ്ച കഴിഞ്ഞു. ഇവിടെ അന്നേരം ഒരു ST കോളേജ് നടത്തിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് കോളേജ്. അതിന് മുമ്പ് ഒരു ഇതുണ്ടായിരുന്നു. എന്തുവായിരുന്നു സാറേ, എറണാകുളത്ത് അല്ല തൃശ്ശൂർ പോയത് പത്രത്തിൽ അല്ലയോ? പത്രത്തിൽ ജോലിയായിരുന്നു. അവിടുന്ന് ഈ ചേട്ടൻ ഒരു കേസിൽ നാട്ടിൽ വന്നാണ് ഇങ്ങനെ ഈ കേസിലാകപ്പെടുന്നത്. അങ്ങനെ പിന്നെ കുറെ നാൾ 4 വർഷം ആ കേസ് പറഞ്ഞ് ചേട്ടന് വസ്തു എടുത്തു കൊടുത്തു. അപ്പൊ അത്രയും ദിവസം അങ്ങനെ നിന്നു. അപ്പൊ സിവിൽ കേസ് അവളുടെ ആരാണ്ട് പിന്നെ അവള് വേണ്ട വസ്തു വാങ്ങിച്ചെന്നും അവരുടെ ആൾക്കാരാരാണ്ടൊക്കെ ചേട്ടന്റെ ഭാര്യ ചേട്ടൻ ഒരാൾ തൊളിക്ക് താമസിക്കുന്നു. അങ്ങനെ ചേട്ടാൻ ഇയാളെ വലിയ സഹോദര ചെയ്യുകയല്ലയോ. അങ്ങനെ കേസ് പറയുന്ന 4 വർഷം ഇവിടെ നിൽക്കേണ്ടി വന്നു. പിന്നെ തൃശ്ശൂരൊന്നും പോയില്ല, ഒന്നും കിട്ടിയില്ല. പിന്നെ ഇത് നടത്തിയത് പിന്നെ പാലക്കോളേജ് നടത്തിയത്. അപ്പൊ ഇങ്ങനെ പോയപ്പം അന്ന് എനിക്ക് ജോലി അങ്ങോട്ട് കിട്ടിയതേ ഉള്ളൂ. ഇദ്ദേഹം അങ്ങനെ ഇവിടെ വന്നപ്പം ചേട്ടച്ചാരിങ്ങനെ പറഞ്ഞു എന്താണ് ഈ താമസിച്ചത്, അതിങ്ങനെ അവൾക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി, അത് കളഞ്ഞ് വെച്ച് അവളെ ഒന്നും ആക്കാതെ പോരുന്ന ഇങ്ങനെ അച്ഛൻ്റെ ഒരു ബന്ധുവല്ലേ അവര് എന്ന് പറഞ്ഞു. അന്നേരം ഇയാൾ ചേട്ടൻ പറഞ്ഞു അതിന് നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചുകൂടാത്ത ബന്ധമൊന്നുമില്ലല്ലോ, കുടുംബ ബന്ധമൊന്നുമില്ല. എൻ്റെ അനിയത്തിയെ അവിടെ അപ്പൻ്റെ ചേട്ടൻ കെട്ടിയെന്നല്ലേ ഉള്ളൂ, കുടുംബ ബന്ധമൊന്നുമില്ല. എന്ന് പറഞ്ഞു അന്ന് ഒരു കാര്യം അച്ഛൻ പോയി ആലോചിക്കാൻ പറഞ്ഞു, തേവലക്കര പോയി ആലോചിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നാണ് അവിടെ നിന്ന് ആലോചിക്കുന്നത്. ഇയാൾ ഒത്തിരി കള്ളമൊക്കെ പറഞ്ഞ് ഇല്ലാത്തതൊക്കെ പറഞ്ഞ് ചേട്ടച്ചാര്. അന്നേരം ഇയാളെന്ന് പറഞ്ഞു പിന്നെ കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ അവള് അവനും കൂടെ തൂങ്ങിച്ചാവെന്ന് പറഞ്ഞു. ഞങ്ങൾ വലിയ കാര്യമല്ല, ഞങ്ങൾ അറിഞ്ഞ കാര്യമല്ല. നിങ്ങൾ രണ്ടും കൂടെ ചേർന്നുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം എടുത്ത് വെച്ചേക്കുന്ന ആ അവസ്ഥ വരെ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ എന്റെ അമ്മ എന്ന് പറയാൻ അമ്മയ്ക്കറിയാം, അമ്മയ്ക്ക് അപ്പനും പറയാം അങ്ങനെ പോകത്തില്ലൊന്നുമില്ല, നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്തമാനം പറയാം, അല്ല അവര് തമ്മിൽ സ്നേഹമാ, അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ തൂങ്ങിച്ചാവും എന്നൊക്കെ പറഞ്ഞു. ഞാനത് ഇദ്ദേഹത്തിന് എഴുതി, അന്ന് എഴുത്തൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം
ഒരു കാര്യം ചെയ്യും, ആ ചേട്ടനോട് തന്നെ ഒന്ന് കല്യാണം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ വന്ന് കല്യാണം കഴിച്ച് 1976 ഏപ്രിൽ ഞാനിവിടെ വരുന്നത്. അതായത് അങ്ങനെ ആ അദ്ദേഹത്തിന്റെ വലിയ പൈ അല്ലേ ഈ ചേട്ടൻ ചേട്ടൻ അങ്ങനെ പരിപാടി വെച്ചാണ് ഈ ബ്രഹ്മചാരിയെ കല്യാണം കഴിപ്പിച്ചത്. ഞാനിവിടെ വന്ന കാലത്തൊട്ടേക്ക് ആളുകൾ പറയും ലാസർ സാറിന്റെ മുഖത്ത് നോക്കി ഞങ്ങൾ ആരും വർത്തമാനം പറയത്തില്ല, സാർ അടയും മുഖത്ത് നോക്കത്തില്ല, നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ കുഞ്ഞു പോയി എന്തെങ്കിലും മറുപടി പറയാന്ന്. ആദ്യമൊക്കെ സാറിന് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഉണ്ടത്തില്ല ആരോടും അങ്ങനെ വിടത്തില്ല. തന്റെ പോലുള്ളവരോട് ഇപ്പൊ സാറിനോട് വർത്തമാനം പറഞ്ഞു, തന്റെ പോലുള്ളവരുടെ ഈ പെണ്ണുങ്ങളോടൊന്നും അതിപ്പോഴും പറയും. അങ്ങനെ ഒരാളായിരുന്നു. പിന്നെ അപ്പൊ ഞാനിങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു മരണനായിരിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കാത്ത ഒരാളായിരിക്കുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? സാറ് വരെ ചിരിച്ചു. ഇപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ 2009 അദ്ദേഹം മരിക്കുന്നേ. അവന് സന്തോഷമായിട്ട് മക്കളെ കെട്ടിച്ചു കൊടുത്തു. മക്കളെ ഇത്രയും സമയം പഴയ കഥകൾ ഒന്ന് ഓർമ്മിപ്പിച്ചു. നമ്മള് ഈ വിഷമതയാർന്ന ചില കാര്യങ്ങൾ, അതായത് ഇദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടായി. അപ്പൊ അതിൽ നിന്ന് ഞാൻ ഒരു ചെറിയ ഒരു ചേഞ്ചിന് വേണ്ടിയാണ് നിങ്ങളുടെ പഴയ ഓർമ്മകൾ ഇദ്ദേഹം പറയും, പിന്നെ സൂക്ഷിച്ചു കണ്ടൊക്കെ വർത്താനം പറയണേ, സാറ് പെട്ടെന്ന് ദേഷ്യം വരും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിനു വേണ്ടിയാണ് നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള ഒരു ചെറിയ ചരിത്രത്തിലേക്ക് ഞാൻ നമ്മുടെ പ്രേക്ഷകരെ. എനിക്ക് സന്തോഷം, ഇപ്പോഴും സന്തോഷം. മരിച്ചു പോയെങ്കിലും എനിക്ക് ഇപ്പോഴും പി ലാസന്റെ ഭാര്യയായിരിക്കുന്നത് എനിക്ക് ഏറ്റവും സന്തോഷം. അതിൽ അഭിമാനം കൊള്ളുന്നു. പി ലാസന്റെ ഭാര്യയായിരിക്കുന്നത് എൻ്റെ മക്കളും, ഞാനും എൻ്റെ മക്കളും അതിൽ അഭിമാനം കൊള്ളുന്നു. കാരണം ഇദ്ദേഹം എല്ലാ നാട്ടിലും അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, എല്ലാ മേഖലയിലും അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. ഇതില് എനിക്ക് അതായത് ഇവിടെ ഒരു പാർട്ടിക്കാരനെ നിർത്തി ജയിപ്പിച്ച് MLA ആക്കിയില്ലേ, അത് ഈ കോട്ടപ്പള്ളി സുകുമാരൻ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ കോട്ടപ്പള്ളി സുകുമാരൻ ജീവിച്ചിരിപ്പുണ്ടാ ഇപ്പൊ? അല്ലെ അത് പോയി. അങ്ങനെ എന്തോ പാർട്ടി ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി. അത് അന്ന് ഉണ്ടാക്കിയതാണ്. അതെ, മറ്റേ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന പാർട്ടിയാണ്. അതിങ്ങനെ ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടാക്കി നിർത്തി. അതായത് ഒരു യൂണിറ്റ് ഒരു നിയോജക മണ്ഡലത്തിൽ അല്ലേ ഒരു ആളിനെ പെട്ടെന്ന് നിർത്തി ഒരു പുതിയ പാർട്ടിക്ക് ഒരു MLA ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അത് പറയാൻ സാധിച്ച വ്യക്തിയാണ് ഞങ്ങൾ തമ്മിൽ 13 വയസ്സിന് വ്യത്യാസം ഉണ്ടെങ്കിലും അല്ല. പിന്നെ ഇത് സ്ട്രിക്റ്റാ കാര്യങ്ങളെല്ലാം എല്ലാത്തിനും സ്ട്രിക്റ്റ് ആയിരിക്കും. അത് പിള്ളേരോടാണെങ്കിലും എന്നോടാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ നടന്നു പോകും. അത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ. അപ്പൊ നമ്മളുടെ ഈ കാഴ്ചക്കാർക്ക് വേണ്ടി ഇത്രയും നേരം ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്ന ഈ ടീച്ചർക്കും അതുപോലെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ലാസർ സാറിനും ഫോട്ടോ മീഡിയയുടെ അഭിവാദ്യങ്ങൾ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ പുതിയ സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകാൻ. അതായത് നമ്മളുടെ നേരത്തെ ഉള്ള ഒരു പങ്ക്തി കൊണ്ട് എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ. അതുപോലെ ഇന്ന് ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു പങ്ക്തി കൂടെ കിട്ടിയിരിക്കുകയാണ്. കാരണം ഇവിടെ വന്നത് ഞങ്ങളെ ഈ ഓർമ്മപ്പെടുത്തലുകളുമായിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്ന് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ പുതിയ പങ്ക്തി തന്നെ ഉണ്ടായി. അതായത് ആ പങ്ക്തി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇല്ലാത്തവർ, ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയവർ,